ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പേപ്പർ ഗിഫ്റ്റ് ബാഗാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 53 സെൻറ്റിമീറ്റർ നീളം, 25 സെൻറ്റിമീറ്റർ വീതിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഈ പേപ്പറിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് 1.5 സെൻറ്റിമീറ്റർ ഏകദേശം അളവാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കറക്റ്റ് നമ്മൾ സൈസ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. 1.5 സെൻറ്റിമീറ്റർ വീതിയിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്കെയിൽ വെച്ച് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മടക്കിയ ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ വെച്ച് നമ്മൾ നേരത്തെ മടക്കിയിട്ടുണ്ടല്ലോ, അത് ഇതേപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ വളഞ്ഞിട്ടല്ല ഇരിക്കുന്നത്, ആ ഭാഗം കൈ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ ഇങ്ങനെ പ്രസ്സായിട്ട് നമുക്ക് കിട്ടണം. ഈ രീതിയിലാക്കി എടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഗിഫ്റ്റ് ബാഗിൻ്റെ മേൽഭാഗം എനിക്ക് സൗകര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ ചെരിച്ച് വെക്കുകയാണ് കേട്ടോ. മേൽഭാഗത്ത് 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഏകദേശം ഒരു അളവ് നിങ്ങൾ നോക്കിയാൽ മതി. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. സ്കെയിൽ വെച്ച് മടക്കണത് എന്തിനാണെന്ന് വെച്ചാൽ കട്ടിയുള്ള പേപ്പർ ആകുമ്പോൾ നമ്മൾ വെറുതെ മടക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ രീതിയിൽ മടക്കാൻ പറ്റില്ല. അപ്പോൾ സ്കെയിൽ വെച്ച് നമ്മൾ മടക്കി കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം അത് തിരിച്ച് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലും നമ്മളൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പേപ്പർ ഉണ്ടല്ലോ, മടക്കിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഫോൾഡ് വന്ന ഭാഗത്തു നിന്ന് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുക. ഇതിൽ കാണുന്ന പോലെ ചുറ്റുമുള്ള ഭാഗത്ത് നമ്മൾ ആ മടക്കിയ ആ കറക്റ്റ് സ്ഥലത്ത് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇതിപ്പോൾ നമ്മളുടെ ഈ ഗിഫ്റ്റ് ബാഗിൻ്റെ മേൽഭാഗമാണ് കേട്ടോ, ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ മടക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2 സൈഡുകളാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് സൈഡിൽ നിന്ന് ഞാൻ സ്കെയിൽ വെച്ച് 4 സെൻറ്റിമീറ്റർ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. എത്രയായാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഒരു സൈഡിൽ എത്രയാണ് എടുക്കണത് അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ അളവെടുക്കണം. ഇതിപ്പോൾ ഞാൻ 4 സെൻറ്റിമീറ്ററിലാണ് ഇങ്ങനെ സ്കെയിൽ വെച്ച് മടക്കി കൊടുത്തിട്ടുള്ളത്. ഈ പേപ്പർ ഇനി നമ്മൾ തിരിച്ച് വയ്ക്കാം. തിരിച്ച് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടി മടക്കി കൊടുക്കുക. ഇതേപോലെ മടക്കി കൊടുക്കുക. ഈ ഒരു സൈഡിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും നമ്മൾ മടക്കി കൊടുക്കുക. ഈ സൈഡിലും കൂടി നമ്മൾ മടക്കി കൊടുക്കണം. അങ്ങനെ 2 സൈഡും ഇപ്പം ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ നിന്ന് 6 സെൻറ്റിമീറ്റർ, ഇതിൽ പറയണ എല്ലാ കണക്കുണ്ടല്ലോ, ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ ആ ഒരു സൈസാണ് പറയണത്. നിങ്ങളിപ്പോൾ സൈസ് നോക്കാണ്ട് ഈ ഒരു രീതിയിൽ ഏകദേശം അളവിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ താഴെ നിന്ന് 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ 2 സൈഡിലേക്കും മടക്കി കൊടുക്കണം. ഈ പേപ്പർ ഇനി നമ്മൾ തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ സൈഡിലേക്കും കൂടി ഇതേപോലെ മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളിനി ഈ 2 മടക്കുകളും കൂടി ചേർന്ന് വന്നിട്ടുള്ള ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിലേക്ക് കട്ട് ചെയ്യണം. താഴേന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം ഇവിടെ വരെ. അപ്പോൾ നമുക്ക് ഇതിന് ലാസ്റ്റ് ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാണ്. ഈ ഒരു രീതിയിൽ ഞാൻ ഈ സൈഡിലും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2 സൈഡുകളുണ്ടല്ലോ, ആ സൈഡിലും നടുക്കിൽ വന്നിട്ടുള്ള ആ ഒരു ഫോൾഡ് വന്നിട്ടുള്ള കാണാനില്ലേ, അത് ഉള്ളിലേക്കാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും ചെയ്തെടുക്കുക. ഇങ്ങനെ ഉള്ളിലേക്കാക്കി വെച്ച് ഇതേപോലെ കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സൈഡുകൾ 2ഉം കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴ്ഭാഗം നമുക്ക് ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് ഇതേപോലെ സൈഡിൽ നിന്നുള്ള ഈ ചെറിയൊരു പീസ് ഇങ്ങനെ ഉണ്ടാവും, അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. ഇതേപോലെ 2 സൈഡിലായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിലത്തെ ഈ പേപ്പർ ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ, അപ്പോൾ നന്നായിട്ട് ഒട്ടി കിട്ടും. അതിനുശേഷം ഇവിടെയായിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതലായിട്ടുള്ള ഗ്ലൂ ഒക്കെ ഞാൻ ഇതേപോലെ തുടച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കുക, നന്നായിട്ട് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളുടെ ഈ ഒരു കവറിൻ്റെ ഏകദേശ രൂപം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ആ ഒരു സൈസ് ഉണ്ടല്ലോ, ആ സൈസിലുള്ള പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അളവൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഉള്ളിൽ കൂടെ ഇങ്ങനെ താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ അടിഭാഗത്തിന് കുറച്ചൊരു കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അതേപോലെ തന്നെ ഈ ഒരു സൈസിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 16 സെൻറ്റിമീറ്റർ നീളം, 3 സെൻറ്റിമീറ്റർ വീതിയുള്ള പേപ്പറാണ്. ഇത് ഞാൻ 2 സൈഡിലായിട്ട് മേൽഭാഗത്ത് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിലേക്ക്, അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുള്ള കാരണം അവിടെ ഒട്ടിയിരുന്നോളും. നമ്മളിനി ഇതിനെ പിടിക്കാൻ വേണ്ടി വള്ളിയൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു വള്ളി അറ്റാച്ച് ചെയ്യുന്ന ഭാഗം കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ 2 സൈഡിലായിട്ടും നമ്മൾ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് ഉള്ളിലായിട്ട്.
ഇനി നമുക്ക് വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള സ്ഥലം കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2 സൈഡിൽ നിന്നും 5.5 സെൻറ്റിമീറ്റർ ആണ് അളവെടുത്തിട്ടുള്ളത്. എന്നിട്ട് പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ പേപ്പർ പഞ്ചർ വെച്ചിട്ട് ഹോളിട്ട് കൊടുക്കുകയാണ്. നമുക്ക് പേപ്പർ പഞ്ചർ ഇല്ലയെന്ന് വെച്ചാൽ ആണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് കറക്കി ഹോളിട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ 2 സൈഡിൽ ഇതേപോലെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വള്ളിയായിട്ട് യൂസ് ചെയ്യണത് നമ്മളുടെ സാറ്റിൻ റിബണാണ്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളർ സാറ്റിൻ റിബണാണ് യൂസ് ചെയ്യണത്. ഇതേപോലെ പുറത്തുനിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് സാറ്റിൻ റിബൺ 2 സൈഡിൽ നിന്നും കടത്തി കൊടുക്കുക. ആ ഹോളിൽ കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര നീളം വേണം എന്നുള്ളത് നോക്കുക. നമുക്ക് പിടിക്കാനായിട്ട് എത്ര ഹൈറ്റിൽ വേണം എന്നുള്ളത് നോക്കിയിട്ട് ആ സൈസൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഉൾഭാഗത്ത് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത്ര നീളം മതിയാവും. അപ്പോൾ ഞാനിനി ഉൾഭാഗത്ത് കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. 2 വട്ടം കെട്ടി കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന സാറ്റിൻ റിബൺ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കളർ കോമ്പിനേഷനൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ഏത് വേണമെങ്കിൽ തീരുമാനിക്കാം. അതേപോലെ തന്നെ നമ്മളുടെ ചാർട്ട് പേപ്പറും നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിൽ ഞാൻ അടുത്ത വള്ളി കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ 2 സൈഡിലും വള്ളിയൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ റെഡ് കളർ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. സാധാരണയായിട്ട് നമ്മൾ കെട്ടില്ലേ, അതേപോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. നമുക്ക് എത്ര നീളത്തിലും വീതിയിലൊക്കെ വേണമെന്നൊക്കെ നോക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മെഴുകുതിരി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കാരണം സാറ്റിൻ റിബൺ പെട്ടെന്ന് നൂല് വലിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഞാനിതിൽ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. നമുക്ക് സൂപ്പർ ഗ്ലൂവോ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചാലും ഒട്ടും. ഇതേപോലെ ചെരിച്ചിട്ടോ അല്ലെങ്കിൽ വേണമെങ്കിൽ നടുക്കിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പേപ്പർ ഗിഫ്റ്റ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്. വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.